എല്ലാവർക്കും നമസ്കാരം. എന്തായാലും നമ്മൾ ഇടയ്ക്ക് വന്നിട്ട് വിജയകാന്ത് സാറിൻ്റെ ഒരു ഇത്രത്തോളം ഒരു സങ്കടത്തിൽ പങ്കെടുക്കാൻ പറ്റാത്ത ഒരു വല്ലാത്ത ഒരു അവസ്ഥയായിരുന്നു. ഞങ്ങൾ ഈ മരണപ്പെട്ട സമയത്ത് ഇവിടെ വരുമ്പോൾ വല്ലാതെ ഒരു തിരക്കായി ബന്ധപ്പെട്ടത് കൊണ്ട് ഇവിടെ അടുക്കാൻ പറ്റാതായി. എന്തായാലും ഈ ഒരു അവസരം ഈ സ്ഥലത്ത് വന്ന് നിൽക്കാനുള്ളൊരു ഭാഗ്യം നമുക്ക് കിട്ടിയിട്ടുള്ളത് വളരെയേറെ വലിയൊരു സന്തോഷമാണ്. ഇന്ത്യയിലെമ്പാടും, ഇവിടെ മാത്രമല്ല, തമിഴ്നാട് മാത്രമല്ല, ഇന്ത്യയിലെമ്പാടും വിജയകാന്ത് സാറിന് വേണ്ടിയിട്ടുള്ള എല്ലാം റഷ്യൻ എന്ന നിലയിലാണ് നമ്മൾ അവിടെ നിന്ന് കേരളത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ഇവിടെ വരുമ്പോഴാണ് അറിയണത് ഇത്ര ദിവസം കഴിഞ്ഞിട്ട് പോലും സാറിന് വേണ്ടിയിട്ട് ഇത്രയും ആൾക്കാർ പിന്തുണയോടെ കൂടി ഉള്ളതെന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. വളരെ എന്താ പറയാ, സാറ് പോയതിൽ വളരെ ഒരു ദുർഗമുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ദേശത്ത് എല്ലാവരും പറയുന്നുണ്ട്, എല്ലാ ആക്ടേഴ്സും പറയുന്നുണ്ട് പുള്ളിനെ കുറിച്ച് ഒരു സത്യസന്ധമായിട്ടുള്ള ഒരു വാക്കുകളാണ്. പൈസ ഇന്ന് വരും നാളെ പോകും, ഭക്ഷണം അപ്പപ്പോൾ ആ സമയത്ത് കിട്ടിയാലേ ഉള്ളതെന്നുള്ളത്. അപ്പൊ ഇത്രത്തോളം സാർ ഇത്രയും ചെയ്തില്ലേ. ഇപ്പൊ അതിന്റെ പിറകെ സാർ ഒരിക്കലും മരിച്ചിട്ടില്ല, ഞങ്ങളിവിടെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. പുള്ളി ഒരിക്കലും മരണപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. ആ കുടുംബത്തോടു കൂടി അവർ കാണണം എന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷെ അവർ അത്രയും തിരക്കിലുള്ളത് ഈ ഇലക്ഷൻ പരിപാടികളുള്ളത് കൊണ്ട് അവർ തിരക്കിലായിരിക്കും. എന്നാലും ഒരു ദിവസം ഞങ്ങൾ കാണും, അവർ കുടുംബത്തിലൊക്കെ കാണണം എന്നുള്ളതാണുള്ളത്. എന്തായാലും ഇതില് ഈ ദുഃഖത്തിലും കൂടി നമ്മളും ഒരു ആളായിട്ട് പങ്കെടുത്തതിൽ വളരെ സന്തോഷമുണ്ടെന്നാണ് ഇതിനെ അറിയിച്ചുള്ളത്. പാലക്കാട് ഡിസ്ട്രിക്ട് തനിച്ചാണ് വന്നിട്ടുള്ളത്. ഞാൻ അവിടെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിരുന്നു, ഇപ്പൊ മെമ്പറാണ് CPM-ൽ. അപ്പൊ ഇത് വളരെ ഒരു സന്തോഷമാണ്. ഈ ഒരു സ്ഥലത്ത് ഇവിടെ എത്തിയതിൽ, ഈ ഇത്ര ആൾക്കാരോടിൽ പങ്കെടുത്തതിൽ വളരെ ഒരു സന്തോഷമാണ് ഇതിൽ അറിയിക്കാനുള്ളത്. നമുക്കിപ്പോ പുള്ളിനെ കുറിച്ച് അറിയുന്നത് ആദ്യം പടങ്ങളിലൂടെയാണ് അറിയണത്. ഇപ്പോ പുള്ളി ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ട് കിടക്കുമ്പോൾ പോലും അത്രത്തോളം ജനമില്ല. പക്ഷെ അയാൾ ഇല്ലാതെ പോകുമ്പോഴാണ് അവനെ കുറിച്ചുള്ള ധാരണ, പുറകിൽ ലോഹങ്ങൾ മൊത്തം അറിയണത്. എന്തൊരു മനുഷ്യനായിരുന്നു, എങ്ങനെയായിരുന്നു, എങ്ങനെ ജീവിച്ചു, ആർക്ക് വേണ്ടി ജീവിച്ചു, എന്തിനു വേണ്ടി ജീവിച്ചു എന്നുള്ളത് ഒരു സത്യസന്ധമായിട്ടുള്ള മനുഷ്യനായിട്ടാണ് നമ്മൾ ഇതിൽ കാണുന്നത്. അല്ല, അതാണ്, നല്ലൊരു മനുഷ്യന് എന്നും മരിപ്പില്ല. ജീവിതത്തോടും ഓരോരോ മനുഷ്യനോട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമ്മൾ മാത്രമല്ല, ഇത്രയും ആൾക്കാർ പുറത്തുനിന്ന് വരുന്നത് പുള്ളിയുടെ ഒറ്റ ഒരു ആളിന് വേണ്ടിയിട്ടാണ്. അത്രയും നല്ലത് ചെയ്ത് കഴിഞ്ഞാൽ ആ മനുഷ്യനെ എപ്പോഴും ജനങ്ങളിലൂടെ നെഞ്ചിൽ തന്നെ ജീവിച്ചിരിക്കുന്നുള്ളതാണ് ഇതിനെ കുറിച്ച് നമ്മൾ പറയാനുള്ളത്. വല്ലാതൊരു ഈ പുള്ളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, പുള്ളി ഇല്ലാതെ ഇപ്പൊ നമ്മളിപ്പോ പുറത്തു ലോകം അറിയണത് കേരളത്തിൽ മാത്രമല്ല, കേരളത്തിലും പുള്ളിക്ക് വേണ്ടിയിട്ടുള്ള കുറേ പീപ്പിൾസ് ഉണ്ട്. അവരൊന്നും വരാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് ഇതുവരെ കുറെ ആൾക്കാർ വന്നു. കുറച്ച് ആൾക്കാർക്ക് വന്നിട്ട് പോയി. ഞാൻ 3ാമത് വട്ടം വന്നിട്ടാണ്, അന്ന് തിരക്കായതുകൊണ്ട് ഉള്ളിൽ കയറാൻ പറ്റാതെ തിരിച്ചു പോയത്. ഇന്ന് നല്ലൊരു സന്ദർഭം നമുക്ക് കിട്ടി. അത് വളരെ ഒരു ഭാഗ്യമായിട്ടാണ് നമ്മൾ ഇതിൽ കാണുന്നത്. നമ്മൾ പുള്ളിയുടെ വളരെ ഫാനാണ്. നമ്മൾ കുറേ പടങ്ങൾ പുള്ളിയിലും കണ്ടിട്ടുള്ളതാണ്. രാഷ്ട്രീയപരമായിട്ട് സത്യസന്ധമായിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യനായിട്ടാണ് ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ളത്. എത്രയോ പൊളിറ്റീഷ്യന്മാരുണ്ട്, എന്നിട്ട് പോലും പുള്ളിനെ കുറിച്ച് നല്ലൊരു അഭിപ്രായം, എന്നെ സംബന്ധിച്ചോളം നല്ലൊരു അഭിപ്രായമാണ് പുള്ളിനെ കുറിച്ച് ഉള്ളതാണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്. ഒരു ഹിസ്റ്റോറിക്കലായിട്ട് ഒരു നല്ലൊരു മനുഷ്യനെ കുറിച്ച് പുറവ് അറിയുകയാണെങ്കിൽ പറഞ്ഞു കഴിഞ്ഞ ഒരു വാക്കിൽ മറക്കാൻ പാടില്ല. റെക്കോർഡിക്കലായിട്ട് പുള്ളിനെ കുറിച്ച് ഒരു ചരിത്രം ബുക്സ് ഒക്കെ എഴുതുകയാണെങ്കിൽ അത് വളരെ നല്ലൊരു രീതിയാണ്. എപ്പോഴും ഒരാളിനെ കുറിച്ച് ചരിത്രം എഴുതുകയാണെങ്കിൽ നല്ല ഒരാൾക്ക് മാത്രമേ ചരിത്രം ഉണ്ടാവുള്ളൂ. നുണ പറഞ്ഞ് ദേശത്തിനെ പറ്റിച്ചുകൊണ്ടായിരിക്കില്ല ഒരിക്കലും ചരിത്രത്തിൽ സ്ഥലം പിടിക്കാൻ പറ്റില്ല. പക്ഷെ വിജയകാന്ത് സാറിന് നല്ലൊരു ചരിത്രം എന്നും ഉണ്ടാവും. ഇപ്പോഴും മാത്രമല്ല, എന്നും ഉണ്ടാവും എന്നുള്ളതാണ് ഇതിൽ പറയാനുള്ളത്.